ഈ ഭാഷയും വേഷവും ലിംഗവും അപ്രസക്തമായ നാളുകളാണ് കഴിഞ്ഞ 1.5 മാസം കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ കണ്ടത്. ഇത് ഈ ഒരു വലിയൊരു അത്ഭുതങ്ങളുടെ ഒരു മേളയായി മാറുന്ന ഒന്നായിരുന്നു കുംഭമേള. കുംഭമേള സമാപിക്കുകയാണ്. എന്താണ് ലോകത്തിന് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം? ഇത് പറഞ്ഞത് തന്നെ അത്ഭുതം, അത്ഭുതമല്ല മഹാത്ഭുതം, അത്ഭുതങ്ങളുടെ ഒരു മേള തന്നെയായിരുന്നു അത്. വിജയനാഥ് പറഞ്ഞു അതുപോലെ ഈ മേള തന്നെ വലിയൊരു മഹാത്ഭുതമാണ്. വിജയനാഥ് ഇതെന്തു അത്ഭുതമെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളത് ഉൾക്കൊണ്ട് കഴിഞ്ഞ 56 കോടി ജനങ്ങൾ, ഏതാണ്ട് യൂറോപ്പിലുള്ള ജനസംഖ്യ മുഴുവൻ പല തീർത്ഥഘട്ടങ്ങളിലായി ഒരു സംഗമത്തിൽ തീർത്ഥാടനം നടക്കുക എന്ന് പറഞ്ഞ് എന്തൊരു അത്ഭുതമാണത്. അതിൽ ഇത്രയും പേര് ചേരുമ്പോൾ എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കാം. ശബരിമലയിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, മകര ജ്യോതി ദർശനത്തിനായി പോയവർ പുല്ലുമേട്ടിൽ സംഭവിച്ച ദുരന്തം. 100-ലധികം പേര് മരിച്ചില്ലേ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് നടക്കുന്ന ഒന്നായിട്ട് പോലും മണ്ഡലകാലവും അല്ലെങ്കിൽ മകര ജ്യോതികാലവും കൂടെ ചേർന്ന് എത്ര വരും മൊത്തം? ഒരു 65 ദിവസങ്ങൾക്കിടയിലാണ് ഈ മഹാദുരന്തങ്ങൾ സംഭവിച്ചത്. അതേസമയം ഇത് അതിനേക്കാൾ എത്രയോ സമയമെടുത്ത് നടത്തുന്ന ഇന്ന് ഈ മഹാശിവരാത്രിക്ക് അവസാനിക്കുന്ന ഒരു മേളയായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, കേരളം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടനമാണ് ശബരിമലയിൽ നടക്കുന്നത്. പക്ഷേ ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലെ പോലെ പല മതങ്ങളിൽപ്പെട്ട, പല ജാതികളിൽപ്പെട്ട, പല വംശങ്ങളിലും വർഗങ്ങളിലും പെട്ട ആൾക്കാരെല്ലാം വന്നു ചേർന്ന് തീർത്ഥാടനം നടത്തുന്ന ആ ഒരു മഹാമേള കുറ്റമറ്റ രീതിയിൽ, അവിടെ ഒരു മരണവും ഉണ്ടായിട്ടില്ല. ആ പ്രയാഗ്രാജ് എന്ന് പറയുന്ന ത്രിവേണി സംഗമത്തിൽ ഒരു തരത്തിലുള്ള മരണവും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. വന്നതൊക്കെ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ടുള്ള വഴിയിലാണ് സംഭവിച്ചത്. ആ ദുരന്തങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോൾ തെലങ്കാനയിൽ ഇതുമായിട്ടൊരു ബന്ധമില്ല. കുറേ പേര് മാത്രം ജോലി ചെയ്യുന്ന ഒരു തുരങ്കം, ആ തുരങ്കത്തിൽ വീണ ആളുകൾ അവർക്ക് എന്ത് പറ്റി, മരിച്ചോ ഉണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അവിടുത്തെ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്. NDRF ചെന്നിട്ട് അവർക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. മണലും ചെളിയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം. ഇവിടെ അങ്ങനെയല്ല. ഇത് സംഭവിച്ചു എന്തുകൊണ്ട്? തിക്കും തിരക്കും കൂടിയതുകൊണ്ട്. എന്തുകൊണ്ട്? അച്ചടക്കമില്ലാത്തതുകൊണ്ട്. അച്ചടക്കമില്ലായ്ക്ക് എങ്ങനെ പെട്ടെന്ന് ഇത്രയും വർദ്ധിച്ചു? അനൗൺസ്മെൻറ്റ് തെറ്റ്. റെയിൽവേയിലെ ഒരു ജീവനക്കാരിക്ക് പറ്റിയ ഒരു അബദ്ധം കൊണ്ട് പറ്റിയതാണ്. അതിന് റെയിൽവേ മന്ത്രി രാജിവെക്കണം. അങ്ങനെയാണെങ്കിൽ തെലങ്കാന മുഖ്യമന്ത്രി രാജിവെക്കണ്ടേ ഈ അപകടത്തിൻ്റെ പേരിൽ? ഈ പുല്ലുമേട് ദുരന്തത്തിൻ്റെ പേരിൽ അന്നത്തെ കേരള മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ രാജിവെച്ചോ? ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടോ? അപ്പോൾ അതൊക്കെയാണ് ജോർജ് സോറോസിൻ്റെയും ഹിൻഡൻബർഗിൻ്റെയും ഒക്കെ അജണ്ടകൾ. അതിന് വേണ്ടിയിട്ടുള്ള വക്താവായിട്ട് രാഹുൽ ഗാന്ധി ഇവിടെ ഇരിക്കുന്നതിൻ്റെ കുഴപ്പം. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണെന്നേ, നേരത്തെ ഒന്നും ഒരു സംസ്ഥാനവും ഭരിച്ചൊരു ഭരണപരിചയം ഉള്ള ആളല്ല അദ്ദേഹം. ഉത്തർപ്രദേശ് ഭരിക്കാനായിട്ട് വരുമ്പോൾ നോക്കൂ എത്ര കുറ്റമറ്റ രീതിയിലാണ് നടത്തി. നോക്കൂ, നമ്മുടെ പമ്പ സ്നാനഘട്ടത്തിലുള്ള മലവിസർജനത്തിൻ്റെ തോത് താങ്കൾ കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ നേരത്തെ തന്നെ, അല്ലേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത്രയും വലിയ നദിയായിട്ട് ഇത്രയും പേര് വന്നിട്ട് എന്തെങ്കിലും ഒരു മാലിന്യം വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ കോരി എടുത്തുകൊണ്ട് പോകാനുള്ള സംവിധാനമാണ് അവിടെ. നമ്മൾ ഈ പലരും അസഹിഷ്ണുതയോടുകൂടി ഈ പുണ്യ സ്നാനത്തെ കാണുന്നുണ്ട്. അത് നമുക്കങ്ങ് മാറ്റി നിർത്താം. ഇതിൻ്റെ മറ്റൊരു മാനേജ്മെൻ്റ് ഉണ്ട്, ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ്. അതാണ് ആ പാരിസ്ഥിതികമായിട്ടുള്ള എല്ലാ തരത്തിലും അതിനെ സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതും എടുത്തു പറയേണ്ട കാര്യമാണെന്നുള്ളതാണ്. അതെ. അതുപോലെ തന്നെ ഈ കോലൈ ബാക്ടീരിയ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചു. അവിടെ കണക്കുകൾ ലഭ്യമാണ്. ഈ കോലൈ ബാക്ടീരിയയാണ് ഇങ്ങനെയുള്ള സ്നാനഘട്ടങ്ങളിലെ ഉണ്ടാകാവുന്ന ഏറ്റവും മാരകമായിട്ടുള്ള, മാരകമല്ലത്, നമ്മുടെ കിണറുകളിലൊക്കെ ഉണ്ട്. അതിൻ്റെ തോത് കുറഞ്ഞിരിക്കണം. ഏതാണ്ട് 18% വരെ ആകാം. അതിൽ കൂടുതലായാലാണ് ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഇവിടെ കുടിക്കാൻ ഉപയോഗിക്കുന്നതല്ല ഈ വെള്ളം, കുളിക്കാൻ ഉപയോഗിക്കുന്നത്. അതിൽ പോലും അതിൻ്റെ ശതമാനം ഏതാണ്ട് 1.2 സംതിങ്. കാരണം അതിൻ്റെ അർത്ഥം ഏറ്റവും ശുദ്ധമായ ജലം. അതുപോലെ തന്നെ ഗംഗാജലമാണിത്. ഗംഗാജലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ ഉണ്ടാകുന്ന ബാക്ടീരിയകളെ കൊല്ലാൻ ശക്തിയുള്ള ഒരുതരം ബാക്ടീരിയകൾ ആ വെള്ളത്തിലുണ്ട്. അതെ, എൻ്റെ അപ്പൂപ്പൻ 80-ാം വയസ്സിൽ മരിച്ച ആളാണ്.
മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ 60 വർഷമാകുന്നു. ആ ഗംഗാജലം അവിടെ കൊണ്ടുവന്ന് അദ്ദേഹം കാശിയിൽ പോയിട്ട് കൊണ്ടുവന്ന ഗംഗാജലം ഇപ്പോഴും അവിടെ ശുദ്ധമായിട്ട് തെളിനീര് പോലെ ഇരിക്കുന്നു. കണ്ണീരിൻ്റെ ശുദ്ധിയോടുകൂടി ഇരിക്കുന്നു. ഒരൊറ്റ ബാക്ടീരിയ പൊടി ഇതുവരെ വന്നിട്ടില്ല. മനസ്സിലായോ? അതുപോലെ ആ ഗംഗാജലമാണത്. അത് സ്വയം രോഗമുക്തമാവാനുള്ള ശക്തിയുള്ള ഒരു ജലം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ആ ജലത്തിൻ്റെ ശക്തി, അതിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് അവിടെ പോയി കുളിക്കണം, അതൊരു പുണ്യമാണെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലെയും കൂടെ ബാക്ടീരിയയെ അത് കഴുകിക്കളയും. അതാണ് അതിൻ്റെ പുണ്യം. ശാസ്ത്രീയമായിട്ടും അത് ശരിയാണ്. എന്നിട്ടോ കേരളത്തിൽ നിന്ന് തന്നെ കാല് വയ്യാത്ത ഒരാൾക്ക്, ഒരു സ്ത്രീയാണ്, പെൺകുട്ടിയാണ്, തളർന്നിരിക്കുകയാണ്, വീൽ ചെയറിൽ അവിടെ പോയി നോക്കൂ. വീൽ ചെയറിലുള്ള ഒരാൾക്ക് ശബരിമലയിൽ പോകാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? പ്രയാസമാണ്. പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തതറിയാമോ? അവിടെ VIP-കൾക്ക് വേണ്ടി വേറൊരു റൂട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു, ഈസി ആയിട്ട്, ജനബാഹുല്യമില്ലാതെ. ആ റൂട്ടിൽ കൂടി അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാർ ഇവരെ നയിച്ചു കൊണ്ടുപോയി. ഒരു പരിചയവും ശുപാർശയും ഉണ്ടായിട്ടില്ല. മനുഷ്യത്വം, മനുഷ്യകാരുണ്യം. തിരക്കേറിയതിനിടയ്ക്കൂടെ അവർ സുഖമായിട്ട് പോയി. മറ്റുള്ളവരെക്കാളിലൊക്കെ സന്തോഷത്തോടു കൂടിയും സൗകര്യത്തോടു കൂടിയും പോയി നിമജ്ജനം സ്വയം തീർത്ഥാടനം നടത്തി മുങ്ങിക്കുളിച്ചിട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞത്, അവരുടെ ഒരു അനുഭൂതി, ഞാൻ പോയിട്ടില്ല, അത് അവരുടെ ഒരു അനുഭൂതി അവർ പറഞ്ഞത്, നമ്മളുടെ കാര്യം എന്ന് കാണാതെ ലോകത്തിന് മുഴുവൻ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള മന്ത്രമാണ്. അല്ലെങ്കിൽ ഞാൻ നന്നാവട്ടെ, എൻ്റെ കുടുംബം നന്നാവട്ടെ, എൻ്റെ മതം നന്നാവട്ടെ, എൻ്റെ സംസ്ഥാനം നന്നാവട്ടെ എന്നുള്ളതാണ്. ലോകത്തിനും എൻ്റെ രാജ്യം നന്നാവട്ടെ എന്ന് പോലുമല്ല, ഈ ലോകം മുഴുവൻ നന്നാവട്ടെ എന്നുള്ളൊരു തോന്നൽ, ഒരു അനുഭൂതി പ്രപഞ്ചമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ നാഗസന്യാസിമാർ അവർ ഏറ്റവും സനാതന മൂല്യം ഉൾക്കൊള്ളുന്ന ഹിമാലയങ്ങളുടെ മടിത്തട്ടിൽ നിന്നും ഇറങ്ങി ഇവിടെ വന്ന് സ്നാനം ചെയ്തിട്ട് പോകുന്നത്. അവർ വിവസ്ത്രരായിട്ടാണ് വരുന്നത്. ഈ വിവസ്ത്രത എന്ന് പറയുന്നത് അവരിത് ആരെയും കാണിക്കാനോ പ്രദർശിപ്പിക്കാനോ കൊണ്ടുവരുന്നതല്ല. അവർ ഈ പ്രകൃതിയിലുള്ള അതേ ജീവിതം തന്നെ, മൃഗങ്ങളെപ്പോലെ തന്നെ അവരാരും വസ്ത്രമിടാൻ എല്ലാം ഭസ്മം പോലെ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന് അത് വലിയ അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ മൂടിയ മഞ്ഞിനിടയിൽ നിന്ന് ഇവർ വന്നാൽ നമുക്ക് കാണാൻ പോലും പറ്റില്ല, പോകുന്ന വഴിയും കാണാൻ പറ്റില്ല, അപ്രത്യക്ഷമാവുന്നതും കാണാൻ പറ്റില്ല. ആളുകൾ ആരെങ്കിലും അനുഗ്രഹം ചോദിച്ച് അനുഗ്രഹം കൊടുക്കുന്നു, പോകുന്നു. അവർക്ക് ഈ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ഒരു പരവേശം, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല. അതിനൊക്കെ അപ്പുറമെത്തി ആനന്ദം എന്ന് പറയുന്ന അനുഭൂതി, ബ്ലിസ് എന്ന് പറയുന്ന അനുഭൂതിയുടെ അങ്ങേയറ്റം കുണ്ടലിനിയൊക്കെ ഉണർത്തി. തണുപ്പുമില്ല. നമുക്കവിടെ പോകുമ്പോൾ കോട്ടോ കമ്പിളിയോ എന്തെങ്കിലും വേണം, ഏത് തണുപ്പ് കാലത്ത് പോയാലും. ഇപ്പോൾ കുറച്ച് തണുപ്പുള്ള സമയമാണല്ലോ അവിടെ. ആ തണുപ്പിന് ഒരു വസ്ത്രം പോലും, മേൽവസ്ത്രം പോലും ധരിക്കാതെ അവർ സുഖമായിട്ട് തിരിച്ചു പോവുകയാണ്. യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ സിനിമയിലൊക്കെ കാണിക്കുന്ന, പ്രദർശിപ്പിക്കുന്ന നഗ്നത പോലെയുള്ള ഒരു അശ്ലീലമല്ല അത്. പ്രകൃതിയോട് ഇഴുകിച്ചേരുന്ന ഒരു സകല ചരാചരങ്ങളും ഒന്നു തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സനാതന ധർമ്മത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് അവർ വരുന്നതാണ്. അവർക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. പ്രകൃതിയെ ഒരു തരത്തിലും ഹനിക്കാത്ത, ഒരു ജന്തുവിനെ പോലും ഹിംസ ചെയ്യരുത് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് അവർ വന്ന് പഠിപ്പിക്കാനല്ല വരുന്നത്. അവർ സ്വയം ആനന്ദം കണ്ടെത്താനും ലോകത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് യാതൊരു കാമനകളുമില്ലാതെ തേന തെക്തേന ഭുഞ്ചിത എന്നുള്ള ആ തത്വം ഉപാസിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അഹിംസ എന്ന് പറയുന്ന മന്ത്രം തന്നെയാണ് ലോകത്തിന് യാതൊരു വിധത്തിലുള്ള നാശവും ഉണ്ടാക്കാത്ത രീതിയിൽ ഇവരെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ദ്രോഹമാണ് ആഡംബര ജീവിതം നയിക്കുന്നവർ ഈ ലോകത്തിന് കൊണ്ടിരിക്കുന്നത്. ആ ആഡംബരങ്ങളുടെ അനന്തര ഫലങ്ങളാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളായിട്ടും പ്രകൃതി ദുരന്തങ്ങളായിട്ടും ഒക്കെ അനുഭവിച്ച് തീർക്കുന്നത്. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ സാമ്പത്തിക നേട്ടം കൂടിയുണ്ട്. അതെ. 66 കോടി ജനങ്ങളാണ് അവിടെ എത്തിയത്. അവിടെ മാർക്കറ്റ് അങ്ങ് മാറിയില്ലേ? തന്നെയല്ല, പണമുണ്ടാക്കുന്നത് ഒരു പാപമല്ല എന്ന് ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നു. ഹിന്ദു എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മം. പണം ഉണ്ടാക്കാം, പക്ഷേ അത് ധാർമ്മികമായിട്ടുള്ള മാർഗങ്ങളെ കൂടിയായിരിക്കണം. അന്യൻ്റേത് അപഹരിക്കാൻ പാടില്ല. അന്യൻ്റേത് അപഹരിച്ചുകൊണ്ട് ആയിരിക്കരുത് ഈ പണം ഉണ്ടാക്കുന്നത്. ന്യായമായ മാർഗത്തിൽ കൂടി നിങ്ങൾക്ക് പണം വാങ്ങുക, അതിനൊരു തെറ്റുമില്ല. ആ തരത്തിൽ വലിയൊരു സമ്പാദ്യമാണ്
വലിയൊരു സാമ്പത്തിക നേട്ടമാണ് UP ഗവൺമെൻറ് കൈവരിച്ചിരിക്കുന്നത്. വിജയനാഥെ, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്ലാനിങ്, ഓർക്കസ്ട്രേറ്റഡ് പ്ലാനിങ് വേണം, അല്ലെങ്കിൽ പാളിപ്പോവും. എല്ലാവരും കൂടെ ഇടിച്ചു കയറിക്കഴിഞ്ഞ് എത്രയോ സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ അത് മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് അവിടെ പോയി അയ്യോ കാണാൻ പറ്റിയില്ലേ, ശബരിമലയെ പറ്റി എന്തെല്ലാം പരാതികളാണ് തുടക്കം മുതൽ ഒടുക്കം വരെ വരുന്നത്, അരവണയെക്കുറിച്ച് എന്തെല്ലാം പരാതികളാണ്. ഇവിടെ യാതൊരു പരാതിക്കും ഇടം കൊടുക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് സമാപിക്കുന്ന ഒരു വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം ഇതുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമൊന്നും, അതിൻ്റെ ഇമ്പാക്റ്റും കൂടെ പൊളിറ്റിക്സും കൂടെ നമുക്ക് പറയാം. ഹിന്ദു ഐക്യം തന്നെയാണ്, ഹൈന്ദവ ഐക്യം, സനാതന ധർമ്മത്തിൽ. ആദിത്യനാഥിനൊരു വലിയ മൈലേജും കൂടിയാണ്. മൈലേജ് കൂടി, പൊളിറ്റിക്കലായിട്ട് BJPയുടെ മൈലേജ് കൂടി, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒരു ഐക്യം കെട്ടിപ്പടുക്കും. ഉദയനിധി സ്റ്റാലിനുള്ള ഉത്തരം ഇതെല്ലാം ഈ കുംഭമേള നൽകിക്കഴിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ ലക്ഷം പേരാണ് അവിടെ വന്നിരിക്കുന്നത്. തമിഴ് വിഘടനവാദികൾക്ക് നൽകുന്ന ഏറ്റവും നല്ല താക്കീതും കൂടിയാണ്.